വാക്കുപാലിച്ച് നഗരസഭ. ആമയിഴഞ്ചാൻ തോട്ടിൽ ശുചീകരണത്തിനിടെ മരിച്ച ജോയിയുടെ കുടുംബത്തിനുള്ള വീട് കൈമാറി. മന്ത്രി എം ബി രാജേഷ്, മേയർ ആര്യ രാജേന്ദ്രൻ തുടങ്ങിയവർ ജോയിയുടെ വീട്ടിലെത്തി. തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്തും നഗരസഭയും ചേർന്നാണ് വീട് നിർമ്മിച്ചത്. കൊടുത്ത വാക്ക് സമയത്ത് പാലിച്ചതിൽ അഭിമാനമെന്ന് മന്ത്രി എം ബി രാജേഷ് പറഞ്ഞു. ജോയിയുടെ നഷ്ടം പരിഹരിക്കാനാകില്ല, എന്നാൽ ജോയിയുടെ അമ്മ അനാഥമാകില്ല എന്ന് ഉറപ്പുപാലിക്കാൻ കഴിഞ്ഞുവെന്നും മന്ത്രി വ്യക്തമാക്കി. നമ്മളെല്ലാം ഏറെ വേദനിപ്പിച്ച ഒരു ദുരന്തമായിരുന്നു ജോയിയുടെ. അന്ന് തന്നെ കോർപ്പറേഷൻ പ്രഖ്യാപിച്ചതാണ് വീട് നിർമ്മിച്ചു കൊടുക്കും എന്നത്. പലരും പ്രഖ്യാപനത്തോടെ അത് മറക്കലാണ് പതിവ്. പക്ഷേ ഇവിടെ കോർപ്പറേഷനും ജില്ലാ പഞ്ചായത്തും വളരെ വേഗത്തിൽ തന്നെ നടപടികൾ സ്വീകരിച്ചു. 200 ദിവസത്തിനുള്ളിൽ വീട് പണി പൂർത്തിയാക്കിയിരിക്കുന്നു. അപ്പോൾ കൊടുത്ത ഒരു വാക്ക് സമയത്ത് പാലിച്ചു എന്നുള്ളത് അഭിമാനകരമാണ്. ഇതുകൊണ്ട് ഇപ്പോൾ ജോയിയുടെ നഷ്ടം നമുക്ക് പരിഹരിക്കാൻ പറ്റുന്നതല്ല, പക്ഷെ ജോയിയുടെ അമ്മ അനാഥമാവില്ല. മനസ മനോജ് ചേരുകയാണ്. മനസ, ജോയിയുടെ നഷ്ടം പരിഹരിക്കാൻ എന്തായാലും നമുക്ക് സാധിക്കില്ല, എന്നാൽ മന്ത്രി പറഞ്ഞതുപോലെ തന്നെ ജോയിയുടെ അമ്മയെ ചേർത്ത് നിർത്താൻ, ആ അമ്മ അനാഥമാവാതെ നോക്കുവാൻ നമുക്ക് സാധിച്ചു. അതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഇന്ന് കൈമാറിയിരിക്കുന്ന ഈ ഒരു ഭവനം. ഈ ഒരു നിമിഷം അവിടെ ചേർന്ന് നിന്ന് കണ്ട കാഴ്ചകൾ, വിശദാംശങ്ങൾ. തീർച്ചയായും അത് തന്നെയാണ് സിന്ദൂരി. ജോയിയുടെ മരണം എന്ന് പറയുന്നത് നികത്താനാവാത്ത വിടവ് തന്നെയാണ്. പക്ഷേ ജോയിയുടെ അമ്മ, അതായത് നിർധനരായ ഒരു അമ്മയാണ്. അതുകൊണ്ട് തന്നെ അമ്മയെ ചേർത്ത് പിടിക്കുക എന്നതായിരുന്നു നഗരസഭയുടെയും അതോടൊപ്പം തന്നെ സംസ്ഥാന സർക്കാരിന്റെയും മുന്നിലുള്ള ഏക വഴി എന്ന് പറയുന്നത്. അടിയന്തരമായി ആദ്യഘട്ടത്തിൽ തന്നെ 10 ലക്ഷം രൂപ അനുവദിച്ചു. പിന്നാലെ മേയർ, അതോടൊപ്പം തന്നെ തദ്ദേശ വകുപ്പ് മന്ത്രിയായിരുന്ന എം ബി രാജേഷ് ഉൾപ്പെടെയുള്ള ആളുകൾ ഇത്തരത്തിൽ ഇത് മാത്രം പോരാ, ഇനി എന്തെങ്കിലും ചെയ്യാനാകണം എന്ന രീതിയിലുള്ള ആലോചന മുന്നോട്ട് വെക്കുമ്പോഴാണ് മുഖ്യമന്ത്രി തന്നെ ഇതിൽ പറയുന്നത് എന്ത് ചെയ്താലും കുറഞ്ഞു പോകില്ല എന്ന മറുപടി മുഖ്യമന്ത്രി നൽകുകയും പിന്നീട് ഒരു ഭവനം നിർമ്മിച്ചു നൽകാമെന്ന തീരുമാനത്തിലേക്ക് കോർപ്പറേഷൻ എത്തുകയും ചെയ്തത് മന്ത്രി എം ബി രാജേഷ് തന്നെയാണ്. ഇതിനുള്ള തറക്കല്ലിടൽ കർമ്മം നിർവഹിച്ചത്. ഈ വർഷം മാർച്ച് 26-ാം തീയതിയായിരുന്നു തറക്കല്ലിടൽ കർമ്മം. പിന്നീട് 200 ദിവസത്തിനുള്ളിൽ, അതായത് 7 മാസത്തിനുള്ളിൽ വീട് പണി പൂർത്തിയാക്കി ആ വീട് ജോയിയുടെ അമ്മക്ക് കൈമാറാൻ സാധിച്ചു എന്നുള്ളത് തന്നെയാണ് അഭിമാനകരമായ നേട്ടം എന്ന് പറയുന്നത്. മാത്രമല്ല, പലരും ഇത്തരത്തിലുള്ള പ്രഖ്യാപനങ്ങൾ പലയിടങ്ങളിലും നടത്താറുണ്ട്. പക്ഷേ അത്തരത്തിലുള്ള ഒരു പ്രഖ്യാപനം മാത്രമായി ഇത് ഒതുങ്ങിയില്ല. കൊടുത്ത വാക്ക് സമയത്ത് പാലിക്കാൻ കഴിഞ്ഞു എന്ന ഒരു അഭിമാന നിമിഷം കൂടിയാണ് ഇത്. അതോടൊപ്പം തന്നെ എന്നും സർക്കാർ ജോയിയുടെ അമ്മയെ ചേർത്ത് പിടിക്കും എന്നതിന്റെ തെളിവ് കൂടിയാണ് ഇത് എന്ന് മന്ത്രി സൂചിപ്പിച്ചു. ഇക്കാര്യം തന്നെ മേയറിന് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയും തന്നെ സംസാരിക്കുമ്പോൾ വളരെ വേദന നിറഞ്ഞ വാക്കുകളായിരുന്നു മേയറുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരുന്നത്. കാരണം ജോയിയുടെ ജോയിയുടെ മരണം സംഭവിക്കുന്ന അല്ലെങ്കിൽ ജോയി അപകടത്തിൽപ്പെട്ട സമയത്ത് മേയർ ആര്യ രാജേന്ദ്രൻ 3 ദിവസവും എങ്ങനെയായിരുന്നു ആ സംഭവ സ്ഥലത്ത് ഉണ്ടായിരുന്നത് എന്നതടക്കമുള്ള കാര്യങ്ങൾ നമ്മൾ കണ്ടതാണ്. ആ ഒരു ഘട്ടത്തിൽ അത്തരത്തിലുള്ള ഒരു വേദന വീണ്ടും ഓർത്തെടുക്കാൻ കഴിയാത്ത വിധത്തിലുള്ള ഒരു പ്രതികരണം തന്നെയായിരുന്നു മേയറുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ മനസ്സ് തട്ടിയുള്ള വാക്കുകൾ തന്നെയായിരുന്നു മേയറുടെ ഭാഗത്ത് നിന്നും. എങ്ങനെയെങ്കിലും ആ അമ്മയെ എത്രത്തോളം സഹായിക്കാൻ പറ്റുമോ അത്രത്തോളം സഹായിക്കാൻ കഴിയുക എന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് മേയറുടെ ഭാഗത്ത് നിന്ന്, നഗരസഭയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ളത്. ഇതാദ്യമായാണ് നഗരസഭയും പഞ്ചായത്തും ചേർന്ന് സംയുക്തമായി ഇത്തരത്തിലൊരു ഭവനം നിർമ്മിക്കുന്നതും ഭവനത്തിനായുള്ള സ്ഥലം കണ്ടെത്തുന്നതും ഒക്കെയുള്ള നടപടികൾ നടത്തുന്നത്. ഇത് തീർച്ചയായും എല്ലാവരും ഒരുമിച്ച് ചേർന്നാൽ എല്ലാ കാര്യങ്ങളും യാഥാർത്ഥ്യമാക്കാൻ സാധിക്കും എന്നതിന്റെ കൂടി തെളിവാണ് എന്ന് മനസ്സ് പറഞ്ഞതുപോലെ തന്നെ ജോയിയുടെ അമ്മയെ ചേർത്ത് പിടിച്ചിരിക്കുകയാണ് സർക്കാർ, വാക്കുപാലിച്ചിരിക്കുകയാണ് നഗരസഭ. ഇന്നായിരുന്നു താക്കോൽ ദാനം. മനസ മനോജാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്.